അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്രിബ് ഇശാഇനിടയിൽ ഈ 4 കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പൈശാചികമായ ബുദ്ധിമുട്ട് എന്തായാലും കൂടി വരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. മഗ്രിബ് ഇശാഇനിടയിൽ ഈ 4 കാര്യം നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പാടില്ല. പല ആളുകളും പല മരുന്നുകളും പല രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷേ ഏത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഒരു രോഗവുമില്ല. അതുപോലെ പൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ട് തകർന്നു പോയ കുടുംബങ്ങളും വീടുകളും ഭാര്യമക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ മഗ്രിബിനിടയിൽ ഒരു കാരണവശാലും നമ്മുടെ പിഞ്ചോമന മക്കളെ പുറത്ത് വിടരുത്. ചെറിയ കുഞ്ഞുമക്കളെ അവരെ പുറത്ത് വിടാൻ പാടില്ല. മഗ്രിബിനിടയിൽ അത് പൈശാചികമായ പിശാചിങ്ങനെ ഇറങ്ങി സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏറ്റവും നമ്മൾ പുറത്തിറങ്ങിയാൽ പൈശാചികമായ ബുദ്ധിമുട്ടാണെങ്കിലും മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയം നമ്മൾ നല്ല ദിക്റുകൾ പരിശുദ്ധ ഖുർആനോത്തുകളായി നമ്മുടെ വീടുകളിൽ കഴിയേണ്ടതാണ്. മറ്റൊന്ന്, മഗ്രിബിനിടയിൽ നമ്മുടെ വീടുകളുടെ വാതിലുകൾ തുറന്നിടാൻ പാടില്ല. പൈശാചികമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീടുകളിലേക്ക് ഏൽക്കാൻ അത് കാരണമാകും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഗ്രിബിനിടയിൽ നമ്മുടെ വളർത്തു മൃഗങ്ങൾ, കോഴിയായാലും ആടുകളായാലും മറ്റു മൃഗങ്ങളായാലും, അതിനൊക്കെ നമ്മൾ മഗ്രിബിന് മുന്നേ അതിൻ്റെ കൂട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയും ആ കൂട് ബന്ധാക്കുകയും ചെയ്യണം. അതുപോലെ മഗ്രിബിനിടയിൽ ഭക്ഷണ പാനീയങ്ങൾ, പാത്രങ്ങൾ, ഭക്ഷണമുള്ള പാത്രങ്ങൾ, വിളമ്പിയതോ അതുപോലെ വിളമ്പാനുള്ള എല്ലാ പാത്രങ്ങളും തുറന്നിടാൻ പാടില്ല. ആ സമയങ്ങളിൽ പിശാച് സഞ്ചരിക്കുന്ന സമയമാണ്. ഖുർആൻ നല്ല പോലെ നമ്മൾ ഓതി അതുപോലെ ദിക്ർ ചൊല്ലി നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടി സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.